കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വിലപ്പെട്ട അവസരത്തിനായി, ഈ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ലോകമെമ്പാടും എന്നെ ശ്രദ്ധിക്കുന്ന, ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. തുടർച്ചയായിട്ട് ദൈവസഭ എന്നുള്ള വിഷയം നമ്മുടെ നാളുകൾ ധ്യാനിച്ചു വരികയായിരുന്നു. ധാരാളം ആളുകൾക്ക് ഇത് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേകം ആളുകൾ വിളിച്ച് ഇത് അനുഗ്രഹമാണ് എന്നറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മേൽവിലാസത്തിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ നിങ്ങൾ അറിയിക്കണം. ഇമെയിൽ സന്ദേശത്തിൽ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നു. ഈ നാളുകൾ ദൈവസഭയെക്കുറിച്ച് ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ചില ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. ദൈവവചനത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമായി ദൈവസഭയെ പ്രസ്താവിച്ചിരിക്കുമ്പോൾ ഈ ദൈവസഭയെക്കുറിച്ചുള്ള ചില ചിത്രീകരണങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. കമ്പാരിസൺസ് ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസഭയെക്കുറിച്ച് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്തായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവവചനത്തിലുടനീളം 7 കാര്യങ്ങളോട് സദൃശ്യപ്പെടുത്തി ദൈവസഭയെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവസഭയെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മെസ്സേജിൽ നമ്മൾ ചിന്തിച്ചത് ദൈവസഭയെ ഒരു കെട്ടിടത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുമ്പോൾ ആ കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ ആ ദൈവസഭയ്ക്കകത്ത് നടക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. അവിടെ ദൈവ സാന്നിധ്യം വരണം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അവിടെ ആരാധന നടക്കണം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അവിടെ പ്രാർത്ഥന നടക്കണം എന്ന് ചിന്തിക്കുകയുണ്ടായി. നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവസഭയെ മറ്റൊരു കാര്യവുമായി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ദൈവസഭയെ ഒരു ശരീരമായി ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ശരീരത്തിന്റെ തല ക്രിസ്തുവായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ശരീരം അല്ലെങ്കിൽ കഴുത്തിന് താഴോട്ടുള്ള ഭാഗങ്ങളെ ദൈവസഭയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നമുക്കിവിടെ ദൈവസഭയെ പലതിനോടും പഴയ നിയമത്തിൽ സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ജനത്തെ ദൈവം പലതിനോട് സാദൃശ്യപ്പെടുത്തി വിളിച്ചിട്ടുണ്ട്. ആട്ടിൻകൂട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തോട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജനം എന്ന സംബോധന ചെയ്തിട്ടുണ്ട്. എൻ്റെ മണവാട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്താണ് നിങ്ങൾ എന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒറ്റ കാര്യം മാത്രം പഴയ നിയമത്തിൽ പറയാത്ത ഒരു കാര്യം പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവസഭയെക്കുറിച്ച് ദൈവം പറയുകയാണ്. നമുക്ക് ഇവിടെ ഇന്ന് നമ്മൾ ഈ ചിന്തിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമാണ്. ആ ഭാഗത്ത് പറയുന്നു, ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ശരീരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ എങ്ങും വെളിപ്പെടാത്ത ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ സ്വന്തം ശരീരമാണ് ദൈവസഭ എന്ന് പറഞ്ഞിരിക്കുന്നു. തൻ്റെ ജനത്തെക്കുറിച്ച്, ഇസ്രായേൽ മക്കളെ കുറിച്ച് താൻ സ്നേഹിക്കുന്ന മക്കളാണെന്നോ തൻ്റെ മക്കളാണെന്നോ സകല ജാതികളും വെച്ച് പ്രത്യേക സമ്പത്താണെന്നോ എൻ്റെ മുന്തിരിത്തോട്ടമാണെന്നോ എൻ്റെ വീടാണെന്നോ എൻ്റെ ജനമാണെന്നോ എല്ലാം എൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ ശരീരമാണ് ദൈവസഭ എന്ന് ദൈവം പറയുകയാണ്. യേശുക്രിസ്തു തലയും അവന്റെ ഉടൽ ശരീരം അഥവാ സഭയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് എത്രയോ വലിയ ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് ഓർക്കുക. ദൈവസഭയെ ദൈവത്തിന്റെ ശരീരമായി പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും തൻ്റെ ശരീരമായി ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെടാത്ത കാര്യം പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് നമ്മൾ ചേരുകയാണ്. സ്നാനത്താൽ നിങ്ങൾ അവന്റെ ശരീരത്തോട് അനുരൂപപ്പെടുകയാണ്. ദൈവസഭ ശരീരമാണെങ്കിൽ യേശുക്രിസ്തു അതിന്റെ തലയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സഭ ശരീരമാണെങ്കിൽ തല ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു.
അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ദൈവസഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തലയാകുന്ന ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെട്ട ഒരു ശരീരം, നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസും അല്ലെങ്കിൽ ഓരോ അംഗങ്ങളും ഓരോരോ അവയവങ്ങൾ ആമേൻ നമുക്ക് ഉണ്ട് എങ്കിലും ആമേൻ എല്ലാം കൂടെ ഉതകി വരുമ്പോഴാണ് ശരീരമായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ തല ക്രിസ്തു ആണെങ്കിൽ ആ തലയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ശരീരം ജീവനുള്ള ശരീരമാണ്. ദൈവത്തിന് സ്തോത്രം. തലയില്ലെങ്കിൽ ആമേൻ ശരീരത്തിന് യാതൊരു പ്രയോജനവുമില്ല. തല എന്ന് പറയുന്നത് ക്രിസ്തുവായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവസഭയുടെ തലയാണെങ്കിൽ നമുക്കറിയാം, തലയിൽ ഏറ്റവും താഴെയുള്ള നമ്മുടെ കാലിന്റെ ഒരു കുഞ്ഞുവിരലിന്റെ അഗ്രഭാഗത്തെങ്കിലും ഒരു ചെറിയ വേദനയുണ്ടായാൽ, അത് മുറിവുണ്ടായാൽ ഉടനെ തന്നെ തലയ്ക്ക് ആ മെസ്സേജ് ചെല്ലാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമുക്കറിയാം, ഉടനെ തന്നെ നമ്മുടെ തലയിൽ ആ കാര്യം, ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞു. ഏറ്റവും കുറഞ്ഞത് 10 സെക്കൻഡുകൾ കൊണ്ട്, സെക്കൻഡിനകം നമ്മുടെ ഈ വാർത്താ വിനിമയം നടത്താനായിട്ടുള്ള സംവിധാനം, അതിൻ്റെ ഉള്ള ഇലക്ട്രിസിറ്റി പോലെയുള്ള സംവിധാനം, ആ വാർത്താ വിനിമയ സംവിധാനം നമ്മുടെ ശരീരത്തിൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, ദൈവസഭ ശരീരമാണെങ്കിൽ ആ സഭയുടെ ചെറിയ കാര്യങ്ങൾ വരെ ആ ബ്രെയിനിൽ നിന്ന്, ആ തലയിൽ നിന്നാണ് വരേണ്ടത്. ദൈവസഭയിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ എല്ലാം ക്രിസ്തുവിൽ നിന്നാണ് വന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പിന്നെയോ ക്രിസ്തു ആമേൻ അറിയാതെ ഹല്ലേലൂയ ആമേൻ ശരീരത്തിൽ ഒന്നും നടക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ക്രിസ്തു സഭയെ ദൈവത്തിന്റെ ശരീരമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആദാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യനായിരുന്നു. അവനെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീടാണ് ഹൗവയെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൗവയെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നു. ആദാമിന് നല്ല ഒരു ഉറക്കം ദൈവം കൊടുത്തു. ആ ഉറക്കത്തിനകത്ത് അവന്റെ വലിയൊരു സർജറി ദൈവം ചെയ്യുകയാണ്. അവന്റെ വാരിയലിനെ ആമേൻ എടുത്ത ഒരു സ്ത്രീയാക്കി അവന് കൊടുക്കുകയാണ്. ആ വലിയ ഉറക്കം ഉണർന്ന് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? അവന്റെ മുമ്പിൽ നല്ല സൗന്ദര്യമുള്ള നല്ല ഒരു സ്ത്രീ അവന്റെ മുമ്പിൽ നിൽക്കുന്നു. അവൻ ഉടനെ തന്നെ മനസ്സിലായി, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ അസ്ഥിയും മാംസവുമല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആമേൻ ഹൗവ എന്ന് അവൾക്ക് പേര് കൊടുക്കുന്നത്. ദൈവം കൊടുത്ത പേരല്ല, മനുഷ്യൻ വിളിച്ച പേരാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, ഹല്ലേലൂയ ആമേൻ, ആദാമിന്റെ ശരീരത്തിൽ നിന്നാണ്, അസ്ഥിയിൽ നിന്ന്, മാംസത്തിൽ നിന്ന് ആമേൻ ഒരു സ്ത്രീ ഉളവായി വന്നിരിക്കുന്നു. അവൻ ഉറക്കമുണർന്നപ്പോൾ ഇതാ ഒരു സ്ത്രീ തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഒരു സ്ത്രീ തന്റെ മുമ്പിൽ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവളെ കാണുന്നത്. എന്നാൽ അവളോട് അഭേദ്യമായൊരു ബന്ധം അവന് തോന്നുന്നു, അഭേദ്യമായൊരു സ്നേഹം അവളോട് തോന്നുന്നു. അവളെ വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു വലിയ ബന്ധത്തിലേക്ക് അവർ വരികയാണ്. എന്താ കാരണം? അവന്റെ ശരീരം തന്നെയാണത്. ഭർത്താവിനോട്, ഭാര്യയോട് പിരിഞ്ഞു നിൽക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരമാണവൾ, നിങ്ങളുടെ ശരീരമാണവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാൽവറിയിൽ എന്താണ് നടന്നത്? കാൽവറിയിൽ നടന്ന ഒരു കാര്യത്തിന്റെ നിഴലായിരുന്നു ആദാമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ചത്. ആദാം എന്ന് പറയുന്നത് ഒന്നാം ആദാം മനുഷ്യനായിരുന്നെങ്കിൽ ഒടുക്കത്തെ ആദാം യേശുക്രിസ്തു ആണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തു കാൽവറിയിൽ ആമേൻ കാൽവറിയുടെ നെറുകയിൽ അവന്
വലിയ ഒരു ഗാഢനിദ്രയിലായി 3.5 മണിക്കൂർ ആമേൻ അനുഭവിച്ച കഷ്ടങ്ങളും ക്ലേശങ്ങളും വേദനകളും എല്ലാം കഴിയുമ്പോൾ കാൽവറിയിൽ നിന്ന് അവന് ആമേൻ മരിച്ചു, അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ഉണർന്നു വരുമ്പോൾ ആമേൻ അവന്റെ ശരീരത്തെ കാണുകയാണ്. ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇതാ ഒരു ദൈവസഭ അവന്റെ മുമ്പിൽ നിൽക്കുന്നു. അവന്റെ മണവാട്ടിയായി, അവന്റെ ആത്മമണവാട്ടിയായി. ഹല്ലേലൂയ. പൗലോസ് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ ആമേൻ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പ ഉപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരമായി നമ്മൾ മാറുകയാണ്. മണവാട്ടി സഭ എന്ന് പറയുന്നത് അവന്റെ ശരീരമാണെന്ന് ഓർക്കണം. അവന്റെ ശരീരത്തോടാണ് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ അസ്ഥിയോട്, അവന്റെ മാംസത്തോട് ഹല്ലേലൂയ നമ്മൾ ചേർക്കപ്പെട്ടിരിക്കുക. അവന്റെ തലയിൽ നിന്ന് ആണ് ഹല്ലേലൂയ ആമേൻ ആ മെസ്സേജുകളെല്ലാം ഈ ശരീരത്തിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ലോകത്തിൽ ആമേൻ ജീവിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന തലയിൽ നിന്ന് നമുക്ക് ഹല്ലേലൂയ ഇപ്പോൾ എൻ്റെ കൈ ഉയർത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിനിൽ അതിനുള്ള മെസ്സേജ് ചെന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. എൻ്റെ സംസാരം പുറത്തോട്ട് വരണമെങ്കിൽ ആ ബ്രെയിനിലുള്ള നിയന്ത്രണം ആവശ്യമാണ്. ഇതുപോലെ യേശുക്രിസ്തുവാകുന്ന ആ തലയിൽ നിന്ന് നമുക്ക് ഈ നാളുകളിൽ ഹല്ലേലൂയ മെസ്സേജുകൾ വരുമാറാകട്ടെ. ആമേൻ. നമ്മളെ നടത്തുന്നത് കർത്താവായി മാറട്ടെ. യേശുവിനെ നമ്മൾ കർത്താവിന്റെ രക്ഷകനുമായി അംഗീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ഹല്ലേലൂയ സഭയുടെ തല ക്രിസ്തു ആണെങ്കിൽ ആ തലയിൽ നിന്ന് മെസ്സേജുകൾ സ്വീകരിക്കാം. ആ തലയിൽ നിന്ന് ആ തല പറയുന്നത് അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം. നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും, അമേരിക്കയിലെ ഏതെങ്കിലും ഒരു പടയാളി യുദ്ധത്തിനായിട്ട് കടന്നു പോകുമ്പോൾ അവന്റെ ആ ഹെൽമെറ്റിൽ, അവന്റെ തലയിലിരിക്കുന്ന ഹെൽമെറ്റിൽ തന്നെ അവന്റെ മെയിൻ സെന്ററുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടുള്ള എല്ലാ സംവിധാനവും ആ ഹെൽമെറ്റിനകത്തുണ്ട്. അവൻ ഓരോ സമയവും സംസാരിക്കുന്ന കാര്യങ്ങൾ, അവൻ കേൾക്കുന്ന, അവന്റെ ചെവിയിൽ കേൾക്കുന്ന കാര്യങ്ങൾ അവന്റെ കമാൻഡർ പറയുന്നത്, അവന്റെ നേതൃത്വം പറയുന്നത് അവന്റെ ചെവിയിൽ കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ തലയിൽ അത് ഇരിക്കുന്ന കാലത്തോളം അവന്റെ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഈ തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ അഭേദ്യമായൊരു ബന്ധമായിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ദൈവസഭയെ ദൈവം സാദൃശ്യപ്പെടുത്തുമ്പോൾ ക്രിസ്തു തലയായിരിക്കുന്നു, ശരീരം അവന്റെ സഭയായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് ഈ തലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇവിടെ എന്താണ് ഹല്ലേലൂയ നമ്മുടെ ഈ ശരീരവും തലയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത്? ഏറ്റവും പ്രധാനമായും നമ്മുടെ തലയിൽ ശരീരവും തമ്മിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ദൈവവചന പ്രകാരം രക്തം ജീവനെ കാണിക്കുന്നതാണ്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ എന്ന് ലേവ്യ പുസ്തകം 17 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. മാംസത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് രക്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിശ്വാസികളായ ഓരോ ദൈവമക്കളും ദൈവസഭയെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിങ്ങളിലേക്ക് വരുന്നെങ്കിൽ മാത്രമേ അവനുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അല്ലാത്തവർക്ക് ആർക്കും യേശുക്രിസ്തുവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധമോ ആ ജീവനോ ഹല്ലേലൂയ ലഭിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ജീവൻ പ്രാപിപ്പാൻ എന്ത് വേണം? ജീവൻ പ്രാപിപ്പാൻ യേശുവിന്റെ അരികിൽ ചെന്നാൽ മാത്രം മതി. യേശുവിന്റെ അരികിലേക്ക് ചെന്നാൽ
കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ദൈവം ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ആ പ്രോമിസ് തരുന്നത്? നമുക്കറിയാം, ദൈവം ഒരു നാളിൽ ഒരുവനെ കൈവിട്ട് കളഞ്ഞു, ദൈവം ഒരു നാളിൽ ഒരുവനെ ഉപേക്ഷിച്ച് കളഞ്ഞു. യേശുക്രിസ്തുവിന്റെ ആമേൻ ഹല്ലേലൂയ പരിശുശ്രൂഷയുടെ അവസാനം കാൽവരിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുൻപേ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന, കർത്താവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്തായിരുന്നു ആ പ്രാർത്ഥനയുടെ അർത്ഥം? ശരീരത്തിൽ ആണിയടിക്കുന്നതോ തന്റെ പുറം തല്ലി തകർക്കുന്നതോ പുറം ഉഴവുചാല് പോലെ കീറുന്നതോ ഇതൊന്നുമല്ലായിരുന്നു വിഷയം. പിന്നെയോ ദൈവത്തിന്റെ പുത്രൻ ഒരു കാര്യം, അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ഓർക്കുകയായിരുന്നു. അത് മറ്റൊന്നുമല്ല, കർത്താവിന് അറിയാമായിരുന്നു താനും പിതാവും തമ്മിലുള്ള ബന്ധം. ആമേൻ. ക്രിസ്തുവിന്റെ തല ദൈവമാണെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ നിത്യകാല യുഗത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ആമേൻ ഇവിടെ ഇതാ ചില മണിക്കൂറുകളിലേക്ക് മുറിഞ്ഞു പോകാൻ പോകുകയാണ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, ഞാനിത് സ്വയമായി സംസാരിച്ചതല്ല, എൻ്റെ പിതാവ് തന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ്. ഞാൻ ഈ സ്വയമേ ഒരു പ്രവൃത്തി ചെയ്യുകയല്ല, പിന്നെയോ പിതാവ് എന്നിൽ കൂടെ ചെയ്യുകയാണെന്ന് കർത്താവ് പറഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ നമ്മൾ ഒന്നും പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകുകയില്ല എന്ന് തീരുമാനിക്കണം. ഓരോ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ചാൽ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാൻ മതിയായവനായ ദൈവമാണ്. യെശയ്യാപ്രവചനം 30-ാം അധ്യായം 19 വാക്യങ്ങൾ എനിക്ക് വളരെ സന്തോഷമുള്ള വാക്യങ്ങളാണ്. യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, നിങ്ങൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ അവന് നിശ്ചയമായും കരുണ തോന്നും. അവൻ നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുന്നില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടെ നടന്നു കൊള്ളുക എന്ന ഇമ്പകരമായ ശബ്ദം പിറകിൽ നിന്ന് കേൾക്കും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ 32-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്, അവയുടെ ചമയങ്ങളായ മുഖപ്പട്ടയും കടിഞ്ഞാണും കൊണ്ട് അവയെ അടക്കി വരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് പിതാവായ ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞു പോകാനായി തുടങ്ങുമ്പോൾ യേശുക്രിസ്തു നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പിതാവേ കഴിയുമെങ്കിൽ ആ പാനപാത്രം, അഥവാ പിതാവും പുത്രനും തമ്മിൽ ബന്ധമില്ലാതെ അത് മുറിഞ്ഞു പോകുന്ന, അത് നഷ്ടപ്പെട്ടു പോകുന്ന, ആ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മണിക്കൂർ, ചില മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് നിത്യനായ കർത്താവിന് അറിയാമായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് നിലവിളിച്ച് കരയുകയാണ്, പിതാവേ അത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞവനായ യേശു തന്നെ ദൈവപുത്രനെ കൈവിട്ട് കളഞ്ഞു, ദൈവപുത്രനെ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ, ദൈവപുത്രനാകുന്ന യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ ഒരു കൈകൊണ്ട് ആമേൻ ദൈവം നരകത്തിലേക്ക് അല്ലെങ്കിൽ പാതാള വേദനയിലേക്ക് തള്ളിക്കളയുമ്പോൾ ഒരു കൈകൊണ്ട് സ്നേഹവാനാകുന്ന ദൈവം ആമേൻ നമ്മളെ ചേർത്ത് പിടിക്കുകയായിരുന്നു. ആമേൻ നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ വളരെ വ്യക്തമായി നിങ്ങളോട് ചോദിക്കുന്നു, ദൈവവുമായിട്ടുള്ള ആ നിരന്തരമായ ബന്ധം, തലയും ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ ദൈവസഭയിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടോ എന്ന് ശാന്തമായി പരിശോധിക്കാം. നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവസഭ ആമേൻ അവന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ് എന്ന് കാണുവാൻ കഴിയും. ആ രക്തമാണ് നമ്മളെ ബന്ധപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം നമ്മളെ ആ യേശുക്രിസ്തുവാകുന്ന ആമേൻ ഹല്ലേലൂയ അവന്റെ ശരീരത്തോട് നമ്മളെ ആ ഒരു വൺ ബോഡി ആയിട്ട് അവൻ ചേർക്കുകയായിരുന്നു. ദ ബോഡി ഈസ് വൺ ആൻഡ് ഹിസ് ഹാസ് മെനി മെമ്പേഴ്സ് എന്ന് കാണുവാൻ കഴിയുന്നു. ഒരു ശരീരവും അവയവങ്ങൾ പലതുമാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക്
ഇങ്ങനെ ദൈവവചനത്തിൽ നിന്ന് പഠിക്കാം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ആമേൻ ശരീരമാകുന്ന സഭയിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ അവന്റെ ആമേൻ ആ പരിശുദ്ധ രക്തം എന്നിലേക്ക് പ്രവഹിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എൻ്റെ കൈകൊണ്ട് ഞാൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു ബ്ലഡ് സർക്കുലേഷൻ ആവശ്യമാണ്, ഒരു ബ്രെയിൻ്റെ പ്രവർത്തനം ആവശ്യമാണ്. ഹല്ലേലൂയ അവിടെ നിന്നുള്ള ഒരു കമാൻഡ് ആവശ്യമാണ്. ആ തലയിൽ നിന്ന് വരുന്ന ഒരു കമാൻഡ് അനുസരിച്ചാണ് എൻ്റെ കൈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ അവിടുന്ന് തന്നെ വഴി നടത്തണമേ, അവിടുന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരണമേ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ബുദ്ധി ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴിയിൽ ഞാൻ നിന്നെ ആമേൻ പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ഹല്ലേലൂയ ദൈവവചനത്തിലുടനീളം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുവാനായി തുടങ്ങുമ്പോൾ അവിടെയുള്ള മൂപ്പന്മാരോട് ദൈവത്തിന്റെ ദാസൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ കാണുവാൻ കഴിയുന്നു, ദൈവദാസൻ പറയുകയാണ്, അവന് ഹല്ലേലൂയ തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്നു. തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവസഭ. അതുകൊണ്ട് അത് എത്രമാത്രം പ്രഷ്യസ് ആണ്. നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നോ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ആ രക്തത്തിന്റെ വിലയാകുന്ന ദൈവസഭയിലെ ആളുകൾ ശരീരത്തിന്റെ അംഗങ്ങളായി മാറും. ഹല്ലേലൂയ. ഒരു ശരീരമാണ് നമ്മൾ എങ്കിൽ ദൈവസഭയിലുള്ള മറ്റ് അംഗങ്ങളോട് നമ്മൾ എന്തിന് ആമേൻ പോരടിക്കണം? മറ്റ് ആമേൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളാണ് നമ്മളെങ്കിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും മറ്റുള്ളവരെ ആദരിക്കുകയും തന്നെത്തേക്ക് ശ്രേഷ്ഠനെന്ന് എണ്ണുകയും ചെയ്താൽ ദൈവസഭയിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. കാലിനോ കൈക്കോ കണ്ണിനോ ഓരോരോ അവയവങ്ങൾ എടുക്കുമ്പോൾ ഓരോ അവയവങ്ങളെ കുറിച്ചും ദൈവം ഓരോന്നിനെ അതിന്റെ മാനം കൊടുത്ത് ദൈവം ക്രമീകരിച്ചു വെച്ചിരിക്കുക. കണ്ണ് അപ്രധാനമാണ് എന്ന് കാലിന് തോന്നാൻ പാടില്ല, കാല് ആമേൻ അപ്രധാനമാണെന്ന് കണ്ണിന് തോന്നാൻ പാടില്ല, ചെവി അപ്രധാനമാണെന്ന് കൈക്ക് തോന്നാൻ പാടില്ല. ആമേൻ ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മാന്യത കൊടുത്ത ദൈവം വളരെ ഭംഗിയായി ആമേൻ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദൈവസഭയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആമേൻ ശരീരത്തോടാണെങ്കിൽ അതിന്റെ തല ക്രിസ്തുവാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവസഭയുടെ തല ക്രിസ്തുവാണെങ്കിൽ ആ തലയിൽ നിന്ന് ഹല്ലേലൂയ ആജ്ഞകൾ കേൾക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ സഭയുടെ ആമേൻ ഹല്ലേലൂയ തലയായിരിക്കുന്ന ക്രിസ്തു പറയുന്നത്, ദൈവവചനത്തിലൂടെ പറയുന്നത്, ദൈവദാസന്മാരിൽ പറയുന്നത്, ഹല്ലേലൂയ നമ്മളെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കളിൽ കൂടെ പറയുന്നത് അല്ല, നേരിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് ഈ നാളുകളിൽ ഹല്ലേലൂയ ആമേൻ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ആമേൻ നമുക്ക് അവന്റെ ആ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറാം. ദൈവത്തിന്റെ വചനം അതുകൊണ്ട് ഹല്ലേലൂയ വളരെ ശക്തമായി നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഹല്ലേലൂയ ശരീരമാണെങ്കിൽ ആമേൻ അതിന്റെ തല ക്രിസ്തുവാണ്. നമ്മുടെ തലയ്ക്ക് എല്ലാ മഹത്വം കൊടുക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ആമേൻ അവയവങ്ങൾ എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം. പല അവയവങ്ങളും ദൈവം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം മാനമേറിയവയ്ക്ക് ഹല്ലേലൂയ മാനം കുറഞ്ഞവയ്ക്ക് ആദിയ മാനം നൽകുന്നു എന്ന വാക്യം വായിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഈ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ശരീരത്തിന്റെ അകത്തെ അവയവങ്ങൾ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ജീവനോടെ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം നമ്മുടെ ഹാർട്ട് ഇരുന്നുകൊണ്ട് സ്പന്ദിക്കുന്നതുകൊണ്ട്, ഹാർട്ടിന്റെ പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ്.
എന്നാൽ ഹാർട്ട് ദൈവം പുറമെ എവിടെയെങ്കിലും അല്ല വെച്ചിരിക്കുന്നത്. പിന്നെയോ ഏറ്റവും സേഫ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിനകത്ത് ദൈവം സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ലിവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അകത്തിരിക്കുന്ന വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഓർഗൻസ് എല്ലാം ദൈവം വളരെ സംരക്ഷിച്ച് ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശരീരം ഹല്ലേലൂയ ഒരു ദേവാലയമാണെങ്കിൽ, അതെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സഭയുടെ ആലയം ഹല്ലേലൂയ അത് ശരീരമാണെങ്കിൽ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന പലതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് ദൈവസഭ ഹല്ലേലൂയ തന്റെ ശരീരമായി ദൈവത്തിന്റെ വചനം നമ്മെ ചിത്രീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ദൈവസഭയോട് ചേർന്നത്? അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് നമ്മൾ ക്രിസ്തുവിനോട് ചേരുകയായിരുന്നു. ക്രിസ്തുവിനോട് കൂടെ ചേരുന്ന ആ നിമിഷത്തിൽ ഏക ശരീരമായി മാറിയിരിക്കുന്നു. നമ്മൾ സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. മാത്രമല്ല ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ ജലസ്നാനം ഏൽക്കുമ്പോൾ അവന്റെ ശരീരത്തോട് ചേരുകയാണ്. One spirit we were all baptized into his body എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ സ്നാനത്താൽ, പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്താൽ, വെള്ളത്താലുള്ള സ്നാനത്താൽ ക്രിസ്തുവാകുന്ന ഹല്ലേലൂയ ആ തലയോട് നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുകയായിരുന്നു. ചെറിയ അവയവങ്ങളായിരിക്കാം, വലിയ അവയവങ്ങളായിരിക്കാം, എല്ലാം തലയുമായി ബന്ധപ്പെട്ടിരിക്കുക. വിശ്വാസികളാകുന്ന ഓരോ ദൈവമക്കളും ഓർക്കേണ്ടത്, നിങ്ങൾ ദൈവസഭയിൽ വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. അതുകൊണ്ട് ഈ നാളുകൾ നമുക്ക് ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ ശരീരത്തിന്റെ അംഗമായി മാറുവാൻ, ദൈവത്തിന്റെ ശരീരത്തിന്റെ അംഗമായി മാറുവാൻ നമുക്കൊരു വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അത് എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതിനായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം എന്നോടുകൂടെ പ്രാർത്ഥിക്കുമോ? ദൈവമേ ഹല്ലേലൂയ, കർത്താവേ, എനിക്ക് അങ്ങയുടെ ശരീരത്തിന്റെ അംഗമായി അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അതിനായി എന്നെ ഒരുക്കണമേ. ആത്മാവിലാൽ എന്നെ ആ ശരീരത്തോട് ചേർക്കണമേ. എൻ്റെ ഹല്ലേലൂയ ആത്മാവിൽ അങ്ങയ്ക്കായി എൻ്റെ ജീവിതത്തെ തരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ പിതാവേ, ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും അവിടുന്ന് അനുഗ്രഹിക്കും എന്നുള്ളതിനായി സ്തോത്രം. എല്ലാ നാമത്തിലും മേലായ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ കൃപ അവരുടെ ശരീരത്തിലും ആത്മാവിലും വ്യാപരിക്കുവാനിടയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ഇളയവർ ചോദിക്കുന്നു, കൃതോ നിക്കൽക്കുമാറാകണം.